ഇന്നുണ്ടല്ലോ കുറച്ച് സ്പെഷ്യൽ ആവാമല്ലേ. കുറേ നാളെ പഴങ്കഞ്ഞി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു കൊതിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല മീൻ മുളകിട്ടതും പൊരിച്ചതും മാങ്ങാച്ചാറും തൈരും ഒക്കെ കൂട്ടിയിട്ടൊരു പഴങ്കഞ്ഞി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം മീൻ കറിയൊക്കെ നമുക്കിന്ന് വെക്കണം. മീനുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ കറി വെക്കണം, പിന്നെ ഫ്രൈ ആക്കണം. ചോറ് പഴയതുണ്ട് കേട്ടോ. തലേദിവസത്തെ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണേ, അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സാലഡ് ഉണ്ടല്ലോ, ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണേ. നല്ല പഴുത്ത മാങ്ങയും പിന്നെ അതുപോലെ തന്നെ തണ്ണി മത്തങ്ങ, മുന്തിരി, പൈനാപ്പിൾ, പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നാരങ്ങ നീര് കൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. നല്ല സൂപ്പർ സാധനമായിരുന്നേ. അപ്പോൾ അത് വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് പോയെന്നേ ഉള്ളേ. പിന്നെ ഇതാ ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേജിൽ. ഇനിയിപ്പോൾ ആ ഒരു വീഡിയോ തപ്പി പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായിരുന്നാലും നമ്മളിത് മീൻ കട്ടിങ്ങും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണേ. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ചിറകും സംഭവങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ പുറത്തിങ്ങനെ നമ്മൾ ഈ വാള മീനിനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇതിൻ്റെ പുറം ഭാഗത്തുള്ളത്. അത് ഞാൻ കത്തി കൊണ്ടൊക്കെ ഒന്ന് ചുരണ്ടി ഇളക്കി. പിന്നെ അവസാനം ഒരു പുതിയ സ്ക്രബ്ബർ എടുത്തു ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ തൊലി കളയാൻ പറ്റുമായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ചരിച്ചിരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തൊലി ഇളക്കാനായിട്ട് പറ്റുമായിരുന്നേ. പിന്നെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വാങ്ങിച്ചപ്പോഴാണ് ആ ഒരു ഫിഷ് കട്ടിങ് എനിക്ക് പിടികിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണ് ചെയ്തത് കേട്ടോ, പുതിയൊരു സ്ക്രബ്ബർ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു. എടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പുറം ഭാഗം ഉരച്ചൊന്ന് കഴുകിയെടുക്കുമായിരുന്നേ. നന്നായിട്ട് ആ ഒരു ചുണ്ണാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, പെയിൻറ്റ് പോലത്തെ ആ ഒരു സംഭവമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ മീൻ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് 2 പീസായിട്ടൊന്ന് ആദ്യം മുറിച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചാനായിട്ട് എടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് കണ്ണാടിപ്പാര എന്നാണ് കേട്ടോ പറയുന്നത്. കുറേ പേര് ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് കണ്ണാടിപ്പാര എന്നാണ്. നമ്മളെ മീനൊക്കെ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയില്ല, അവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, കണ്ണാടിപ്പാര എന്നുള്ളത്. അപ്പോൾ നല്ല ദശക്കെട്ടുള്ള മീനാണ്. ബിരിയാണിക്ക് വെക്കാൻ സൂപ്പറാണ് കേട്ടോ ഈ മീൻ. നല്ല സോഫ്റ്റ് മീനാണ്. സത്യം പറഞ്ഞാൽ നെയ്മീനേക്കാളും ഒരു പിടി മുന്നേ നിൽക്കണം. ഈ പാര മീൻ വർഗ്ഗത്തിൽപ്പെട്ടതിന് പല സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പലതും പല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷുണ്ട് ഈ ഒരു പാര മീനിന്. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ ഈ ഒരു മീൻ എന്ന് പറയുന്നത്. കണ്ണാടിപ്പാര, വട്ടക്കണ്ണിപ്പാര, അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടും. ഈ ഒരു പാരവർഗ്ഗത്തിൽ കുറേ മീനുണ്ട്. അപ്പം ഈ ഒരു മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് തലാമുള്ളു അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. മുളകിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈക്ക് വേണ്ടിയിട്ട് ആ ഒരു പീസസ് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്ത ഉപ്പാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ കാശ്മീരി, പിരിയൻ, നോർമൽ ചില്ലി, ഇത് 3 കൂടെ ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതലായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് അളവ് പറയാത്തത്. പൊടികൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് പിന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതായത് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് യോജിപ്പിച്ചൊന്ന് എടുത്ത് വയ്ക്കാം. ഇനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഫ്രൈക്ക് വേണ്ടി മാത്രം ഒരു 4-5 പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഒരു ദിവസം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ മക്കൾക്ക് സ്കൂളിലൊക്കെ ചോറ് കൊടുത്തു വിടാമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഒന്ന് എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. അടുത്ത ദിവസം രാവിലെ ആകുമ്പം ഐസ് ഒന്ന് മാറിയിരിക്കും. പിന്നെ പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അതിൻ്റെ ഐസൊക്കെ ഒന്ന് ഇളക്കി കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മീൻ മുളകിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു മീൻ മുളകിട്ട് തയ്യാറാക്കി എടുക്കുമ്പം കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഒഴിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ തന്നെ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. നാടൻ കറികളൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രുചിയും മണവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചട്ടിയൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്കുണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയുടെ ആ ഒരു കൂട്ടാണ് കേട്ടോ. ഒരുപാടൊക്കെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, എങ്കിലും അത്യാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഒന്ന് മൊരിയിച്ചെടുക്കണം. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഉള്ളി നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് പിരിയൻ നോർമൽ, ഇത് മൂന്നും കൂടെ ഒന്ന്, ഞാൻ മുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് ഉണ്ടാകട്ടെ. ഈ 3 മുളകും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു മുളകും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിനിടയ്ക്ക് ആ ഒരു ഉള്ളി കൊണ്ടല്ലോ ഒരു ചട്ടിക്ക് ഇങ്ങനെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പ് എപ്പം ചേർത്ത് കൊടുത്തത്. കുറച്ച് ഉപ്പും 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വരണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു മുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മുളകിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒരു മുളകിൻ്റെയൊക്കെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഒരു മണം, നല്ലൊരു മണം വന്ന് തുടങ്ങണം. ആ ഒരു ടൈം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ആ ഒരു മുളകിൻ്റെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വന്നതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു തക്കാളി അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണയൊക്കെ ഒന്ന് പൊട്ടി തുറക്കുന്ന പാകം ഉണ്ടല്ലോ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചില്ലേ, അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റിയൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചാണ്, അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഈ മീനിൽ ചേർക്കുന്ന പുളിയെ പറ്റി തർക്കമുണ്ട് നല്ല രീതിയിലല്ലേ, നമ്മുടെ ട്രിവാൻഡ്രംകാരും കോട്ടയംകാരും തമ്മിൽ. അപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഒരു 2 തൊട്ട് 2.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. കറി ചെറുതായിട്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മുഴുവനെ ചേർത്ത് കൊടുത്തു. ഈ ഒരു ടൈമിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയെ, നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇങ്ങനെ മീൻ കറി ഇറക്കിയെടുക്കുന്ന സമയത്ത്. 2 ദിവസമൊക്കെ കറി ഇരുന്നാൽ പോലും അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും. പിന്നെ ഇതാ കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അകത്ത്, അത്രയും വേണ്ട, അതിൻ്റെ അകത്ത്. പിന്നെ അത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകൊന്ന് പൊടിച്ച് വെച്ചതാണ്, അതിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ കുരുമുളക് ആദ്യം നമ്മളൊരു മസാലക്കൂട്ട് അരച്ചില്ലേ, ആ ഒരു മുളകും മഞ്ഞളും കൂടെ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ മീൻ മുളകിട്ടത് മീൻ വറുത്തരച്ചൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഒന്ന് നല്ലതായിരിക്കും. അപ്പോൾ അത് കറി നന്നായിട്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നല്ല പീസായിട്ടുള്ള മീൻ മാത്രം വെച്ചിട്ട് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മുള്ളും തലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടും കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇപ്പം അതിൻ്റെ ഒരു പീസസ് മാത്രം എടുത്തിട്ടൊന്ന് മാരിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ആ ഒരു മുള്ളും ആ ഒരു ഭാഗങ്ങളൊക്കെ തല, പിന്നെ സൈഡിലൊക്കെ കുറച്ച് കാണുമല്ലോ, ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഒന്ന് വാലിക്കൊണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതായിട്ടിട്ടൊന്ന് കറി വയ്ക്കുന്നതാണ്. ആ ഒരു മീനിൻ്റെ വയറ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു മുളകിട്ട മീൻ കറി തയ്യാറാക്കുമ്പം ആ ഒരു കറിക്കൊപ്പം മീൻ നിൽക്കണം, എങ്കിലേ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും മീൻ നമുക്ക് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു 2 മീൻ ഉണ്ടായിരുന്നില്ല, 2 മീനിൽ നിന്നും ഉള്ള തലയും അതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ തന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലൊന്ന് ഇളക്കി കൊടുക്കാം, കുഴപ്പമില്ല. മീൻ പൊട്ടിയും പൊടിഞ്ഞൊന്നും പോയില്ല. നല്ല ഫ്രഷ് മീനാണെങ്കിൽ നമ്മൾ സ്പൂൺ ഇങ്ങനെ ചേർത്തിട്ട് ഇളക്കി എന്ന് പറഞ്ഞിട്ട് മീൻ എങ്ങനെ പൊടിഞ്ഞൊന്നും പോകാറില്ല കേട്ടോ. ഒരുപാട് പഴകിയ മീനൊക്കെ ആകുമ്പോഴായിരിക്കും ആ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരമോ തോന്നലെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ടൊരു 10 തൊട്ട് 15 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ, ആ ഒരു ടൈം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചൂടോട് കൂടി ഒരു കറിയിൽ എണ്ണവും തെളിഞ്ഞ് നിൽക്കില്ല, കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്താണ് ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയും തണുത്ത് വരുമ്പോഴാണ് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുന്നത്. കറി അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ. ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് ഫ്രീസറിലോട്ടൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ, ബോക്സിലാക്കിയിട്ട്. നമുക്ക് ഇന്നത്തേക്ക് വേണ്ടിയുള്ള മീൻ ഞാൻ ഒന്ന് മാറ്റി വെച്ചതാണ്, അതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഒരു
ഫിഷൊക്കെ ഫ്രൈ ചേർക്കുന്നൊരു ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമ്മൾ മീൻ കറിക്ക് ചതച്ചെടുത്തില്ലേ, അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ചതച്ച് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതാ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. ഒരു സൈഡൊന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ കുറേ മെസ്സേജസ് വരുന്നതാണ്, ഈ ഒരു കമൻറ്റൊക്കെ വരുന്നതാണ് കേട്ടോ, ഈ ഒരു ഇരുമ്പിലെ ചട്ടിയൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നുള്ളത്. നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി തുടച്ച് നന്നായിട്ട് നമ്മൾ സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും സ്റ്റൗവിൽ വെച്ച് നല്ല രീതിയിൽ ചൂടാക്കുക, ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ചൂടാതിന് ശേഷം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതിയാകും കേട്ടോ. എത്ര നാളായാലും കേടാതിരിക്കും. നമ്മൾ അതിലെന്ത് പിന്നെ തയ്യാറാക്കിയാലും ഇളക്കി കിട്ടും, അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കാറില്ല. അപ്പോൾ ഫിഷ് കറി ഉണ്ടെങ്കിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ടിരിപ്പുണ്ട്. ഒന്ന് തണുത്ത് വരുമ്പോഴാണ് കേട്ടോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത്. ഫിഷ് ഫ്രൈയും ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ മെയിനായിട്ട് പഴങ്കഞ്ഞി കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്തിരി കുഴിയുള്ളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നല്ല തണുത്ത പഴങ്കഞ്ഞി, ചൂട് മീൻ കറി. നമ്മൾ സാധാരണ ചൂട് മീൻ കറിയും ചൂട് ചോറും അങ്ങനല്ലേ. ഇപ്പം നല്ല തണുത്ത ചോറും പിന്നെ കുറച്ച് മരിച്ചിനി, ഇതും തലേദിവസത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും ആ ഒരു മരിച്ചിനിയും ചോറും എല്ലാം കൂടെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെച്ചതായിരുന്നേ. അപ്പോൾ ഒരു വെള്ളം കളഞ്ഞിട്ട് ആണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അതിലേക്ക് മുളകിട്ട് എന്താ പറയുക, മീൻ കറിയല്ല സോറി, മാങ്ങാച്ചാർ, കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള മാങ്ങാച്ചാറാണേ. മാങ്ങാച്ചാറും നല്ല കട്ട തൈര്, പിന്നെ ആ ഒരു മുളകിട്ട മീൻ കറി, ആ ഒരു മരിച്ചിനിയും ചോറിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. മീനുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്, നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഇതാ ഫിഷ് ഫ്രൈയും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ മാത്രം കഴിക്കില്ല, ഞാനും മോളും കൂടെ ഉണ്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്, രണ്ടുപേരും കൂടെ. മരിച്ചിനിയും തൈരും മാങ്ങാച്ചാറും ചോറും മീൻ പൊരിച്ചതും മീനൊക്കെ വെച്ചിട്ട് കുഴച്ചങ്ങ് കഴിച്ചു. അത് വല്ലപ്പോഴും കഴിക്കാൻ കേട്ടോ, നമ്മൾ എന്നും അങ്ങനെ കഴിക്കാറില്ല, വല്ലപ്പോഴേക്കും കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിക്കുടി വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ടും കൂടെ ചെയ്യും.